ഓക്കെ, ഇന്നത്തെ നമ്മുടെ പ്രോബ്ലം നോക്കിയടാ. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടി. ഏതാണ് ഭിന്നസംഖ്യ? ഒരു ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഒരു ഭിന്നസംഖ്യയ്ക്ക് അംശവും ഉണ്ടാവും ഛേദവും ഉണ്ടാവും. ഓക്കെ, അംശം എക്സ് എന്നെടുക്കുക, ഛേദം എന്തെന്നെടുക്കുക, വൈ എന്ന് എടുക്കുക. അപ്പോൾ ഭിന്നസംഖ്യ എങ്ങനെ വരും? x/y എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താടാ? അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. അംശത്തിന് മാത്രമാണ് മാറ്റം വന്നത്. x+1 ഡിവൈഡഡ് ബൈ y സമം 1/3. സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 × x+1 = 1y എന്ന് വരും. അതാണ് നമ്മൾ y മാത്രം എഴുതിയിരിക്കുന്നത്. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x+3 = y. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടി. ഓക്കെ, ഛേദം കണ്ടോ? y+1 കണ്ടോ? ഇത് ലഘൂകരിച്ചപ്പോൾ എത്ര കിട്ടി? 1/4 കിട്ടി. ഇതിനും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x = 1 × y+1 എന്ന് കിട്ടി. അതായത് 4x = y+1. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ വൈയുടെ വാല്യൂ നമ്മൾ 3x+3 എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും? 4x = രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. വൈയുടെ വാല്യൂ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3x+3. 4x = 3x+3 +1. ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, +1. എക്സിൻ്റെ ഇതിലെ എക്സ് എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4x - 3x. ഈ ഇവിടെ പ്ലസ് ആയിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ മൈനസ് ആകും. = 3 + 1. x = 4 എന്ന് കിട്ടും. 4x - 3x എത്രയാടാ? ഒരു x അല്ലേ? x = 4 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? y = നമ്മളോട് പറഞ്ഞിട്ടുണ്ട് y വേണം ഇനി കണ്ടുപിടിക്കാൻ. y = 3x + 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ അറിയാം, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാമല്ലോ. 3 × 4 കണ്ടോ? എക്സിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 4 + 3. 3 × 4 എത്രയാണ്? 12. 12 + 3 എന്താണ്? 15. കണ്ടോ? നമ്മുടെ ഭിന്നസംഖ്യ അപ്പോൾ എങ്ങനെ വന്നടാ? 4 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം അല്ലായിരുന്നോ? ഇത് സിമിലർ പ്രോബ്ലം നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും പ്രോബ്ലം ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.